ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വീഡിയോ ഇടാനൊക്കെ നേരെ വൈകിട്ടോ. വേറെ ഒന്നുമല്ല, എന്താ കുഞ്ഞു കാരണം അർജുൻ്റെ കേസ് തന്നെയാണ്. രാവിലെ മുതൽ ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഫോണിലിട്ടോ. ഇപ്പൊ കിട്ടും എന്നുള്ള ഒരു പറച്ചില് കാരണം എപ്പോഴായിരിക്കും കിട്ടുക എന്നുള്ള ഒരു ആകാംക്ഷയോട് കൂടിയിട്ട് ഇരുന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ ഇടേണ്ട കാര്യവും വീഡിയോ എടുക്കേണ്ട കാര്യം ഒക്കെ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു ഉച്ചയാകുമ്പോഴേക്കും കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ കിട്ടിയില്ല. പിന്നെ 2 മണിയോട് കൂടിയിട്ടൊക്കെ ഏകദേശം ആവുമെന്ന് പറഞ്ഞു, അപ്പോഴും കിട്ടിയില്ല. പിന്നെ 1 മണിക്കൂറിൻ്റെ ഉള്ളിലെന്ന് പറഞ്ഞു, അപ്പോഴും കിട്ടിയില്ല. ഇപ്പോൾ സമയം 4:30. ഇപ്പോൾ ലൈവിലൊക്കെ എഴുതി കാണിക്കുന്നുണ്ടെങ്കിൽ നാളെയാവും. ഭയങ്കര കുത്തൊഴുക്കാണ്. അത് കാരണം അടിയിലേക്കൊന്നും പോകാൻ പറ്റില്ല. ഒഴുക്ക് കാരണം അടിയിലേക്കൊന്നും പോകാൻ പറ്റില്ല. ലോറി 3 ഭാഗങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. തടിക്കഷ്ണങ്ങൾ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ ആകാംക്ഷ കൂടി വരിക കേട്ടോ. ഇപ്പോൾ കിട്ടുമായിരിക്കുമോ, എന്തായാലും ജീവൻ ഉണ്ടാവുമോ, അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്തായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ചിന്തയാണ് മനസ്സിൽ. ഒരു മനുഷ്യനല്ല അതിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. എത്ര ആൾക്കാരാണ് ആ ആൾക്ക് വേണ്ടിയിട്ട് കിടന്നിട്ട് ഇങ്ങനെ കഷ്ടപ്പെടുന്ന വെച്ചിട്ടാ. പടച്ചൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടാവുന്നുള്ളൂ. ആ കുത്തൊഴുക്കൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ മാറാവുന്നുള്ളൂ പടച്ചോൻ വിചാരിച്ചു കഴിഞ്ഞാൽ. എന്താണാവോ പടച്ചോൻ വിചാരിക്കാത്ത. എത്രയോ ആൾക്കാർ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയോ, കിട്ടണേ. ലൈവിൽ കണ്ടാൽ തന്നെ നമുക്ക് ഒരുപാട് പേര് അതിൽ കമൻ്റ് അയക്കുന്നുണ്ട, ഒന്ന് അർജുനെ വേഗം കിട്ടണേ എന്നൊക്കെ പറഞ്ഞിട്ട്. എന്താണാവോ ഇങ്ങനെ ഒരു അവസ്ഥ അല്ലേ. ലോറിയുടെ ഉള്ളിൽ ക്യാബിൻ്റെ ഉള്ളിൽ ഉണ്ട് എന്നൊക്കെയാണ് പറയണത്. ഉണ്ടോ ഇല്ലേ, ഇനി തെറിച്ച് വീണോ മണ്ണിൻ്റെ അടിയിൽ പോയോ ഒന്നും നമുക്കറിയില്ല. ആൾക്കാർ തിരയുന്നുണ്ട്. എത്ര ആൾക്കാരാ കിടന്ന് കഷ്ടപ്പെട്ടിട്ട് തിരയണമെന്നറിയും. അല്ലാ, അത് കണ്ടിട്ട് എനിക്ക് ഒരു സുഖമില്ല കേട്ടോ. മനസ്സിൽ ഭയങ്കര വിഷമാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ ആ ലോറിയുടെ ഉള്ളിൽ കുടുങ്ങിയിട്ട് എങ്ങനെ ആയിരിക്കും, ശ്വാസം മുട്ടി മരിച്ചിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു ആയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ എന്താ പറയുക, ഇനിയിപ്പോൾ ലോറിയുടെ ഉള്ളിലില്ലെങ്കിൽ മണ്ണിൻ്റെ അടിയിൽ പെട്ടിട്ടാണോ മരിച്ചേക്കണത് ഒന്നും അറിയില്ല. അവിടെ 2-3 നായ്ക്കൾ നടക്കുന്നുണ്ടാവും. അവരുടെ ആൾക്കാരൊക്കെ മണ്ണിൻ്റെ അടിയിൽ പെട്ടു. അത് കാരണം 3 നായ്ക്കൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര വിഷമല്ലേ. എന്താ ചെയ്യാ. അപ്പോൾ കുറേ നേരം അത് കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നോട്ടെ. കുറേ നേരമല്ലേ, ഇപ്പോൾ കുഞ്ഞ് വരണ വരെ ഞാനത് കണ്ടിട്ടിരിക്കുന്നു. അവൻ വന്നിട്ട് സൈക്കിളുമ്പോൾ ഇങ്ങോട്ട് വരണോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് വെച്ച് അർജുനെ കിട്ടിയോന്ന്. കുട്ടികൾ വരെ സ്കൂളിട്ട് വന്നു കഴിഞ്ഞാൽ അതാ ചോദിക്കണത്, അർജുനെ കിട്ടിയോന്നാണ് ചോദിക്കണത്. കിട്ടി. നമുക്ക് ഇത്ര വിഷമം ഉണ്ടെങ്കിൽ എത്രയും ആൾക്കാർ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ വീട്ടിലത്തെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. കഷ്ടം. നമ്മുടെ വീട് നോക്കാൻ വേണ്ടിയിട്ട്, ഭാര്യേനെയും മക്കളേനെയും കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് പോയതല്ലേ, തിരിച്ചു വരുന്നുള്ള പ്രതീക്ഷയിൽ പോയതല്ലേ. എന്താണ് അവസ്ഥ എന്ന് ആർക്കറിയാം. ജീവൻ ഉണ്ടാവും. ചിലവർ പറയുന്നുണ്ട് ജീവൻ ഉണ്ടാവും, ക്യാബിൻ്റെ ചില്ല് ഒന്നും തകർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ജീവൻ ഉണ്ടാവും. എനിക്ക് തോന്നണില്ല കേട്ടോ. 10 ദിവസമായില്ലേ. 10 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ഒരാൾ ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതും ചെളിയിൽ പൂണ്ടിട്ടാണ് കിടക്കണമെന്ന് പറഞ്ഞു. അവർ അവിടെ ആ മണ്ണ് മാറ്റിയ സമയത്ത് തന്നെ ഇവിടൊക്കെ നോക്കുക എന്നുണ്ടെങ്കിൽ പിന്നെയും പറ്റിയായിരുന്നു. അപ്പോൾ ആ മണ്ണൊക്കെ മാറ്റില്ല. അവിടത്തൊക്കെ കഴിഞ്ഞതിന് ശേഷമല്ലേ ഇപ്പോൾ പുഴയിലേക്ക് വന്നിരിക്കുന്നത്. പുഴ എന്ന് പറയാൻ പറ്റില്ല, നദി. ഗംഗാവാലി അല്ലേ കുഞ്ഞോ, അതിലേക്ക് വന്നിരിക്കുന്നത്. അത് കാരണം കിട്ടുമോ ഇല്ലയെന്നൊന്നും അറിയില്ല. എത്ര ദിവസമായി എന്നറിയോ. ഇത്രയും ദിവസം പിടിക്കുന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ കിട്ടുമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് 10 ദിവസമായി പോയിട്ട്. പാവം. അവർക്ക് അവരുടെ ഭാര്യയുടെയും കുട്ടിയുടെയും അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ അവസ്ഥ എന്തായിരിക്കും അല്ലേ. അതൊക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനും വിഷമാട്ടോ. ഞാനത് കാരണം വീഡിയോ എടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ മറക്കുകയാണ്. നേരം വെളുത്ത് കഴിഞ്ഞാൽ ഈ ലൈവ് ഓണാക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ടി വിയിലല്ലോ, ടി വിയിലാണെങ്കിൽ നമുക്ക് ടി വിയിൽ കേൾക്കാം, വെച്ചിട്ട് നിൽക്കുക കഴിഞ്ഞാൽ നമുക്ക് പണികളും ചെയ്യാം, വീഡിയോ എടുക്കാം. പക്ഷെ അത് നമുക്ക് ഫോണിൽ തന്നെയല്ലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ലൈവ് വരണ വാർത്തകളൊക്കെ ഇങ്ങനെ കണ്ടിട്ട് വീഡിയോ എടുക്കാനൊക്കെ മറന്നുപോയി. ഞാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നപ്പോൾ കുഞ്ഞുവിനോട് പറഞ്ഞു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ 4:30 വന്നിട്ടുണ്ട്. ഇന്നത്തെ ഭയങ്കര കുത്തൊഴുക്ക് കാരണം നിർത്താൻ പോവാന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ കാണൽ നിർത്തിയിട്ടാ. ഇതിപ്പോൾ ചിലപ്പോൾ ഇന്നും ഉണ്ടാവില്ല തോന്നി. അപ്പം ഞാൻ കുഞ്ഞിനോട് പറഞ്ഞു വീഡിയോ ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ വന്നിട്ട് സ്കൂളിലത്തെ കുറച്ച് കോമഡി പറഞ്ഞപ്പോഴാണ് മനസ്സൊന്ന് തണുത്തത് കേട്ടോ. കോമഡി ഒന്ന് പറഞ്ഞിട്ട് കുഞ്ഞു എന്താ കുഞ്ഞു ഞാൻ പറയാ, ബംഗാളില് ടീച്ചറ് പരീക്ഷയ്ക്ക് വന്നത്, പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻ വന്നത് ബംഗാളിലെ കാഴ്ചകൾ എന്തൊക്കെയായിരുന്നു. അപ്പോൾ ഒരു കുട്ടി എഴുതിയേക്കാത്രേ,
ബംഗാളിൽ കുറച്ച് ബംഗാളികൾ ഉണ്ടാവും. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല, അത് കാരണം എനിക്ക് അവിടുത്തെ കാഴ്ചകളൊന്നും അറിയില്ല. എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ 3rd ക്ലാസ്സിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, അതിൽ എഴുതിയേക്കുക അത്ര. അപ്പം ടീച്ചറും കുട്ടികളൊക്കെ ഭയങ്കര ചിരിയായിരുന്നു. അപ്പൊ അവന് ക്യാമറയിൽ പറയാനൊരു മടി, എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾ ചിലപ്പോൾ ചാനൽ കാണുന്നതാണ്, അപ്പൊ അവര് കാണില്ലേന്ന് പറഞ്ഞിട്ട്. ഒരു രസല്ലേ, കുട്ടികള് ചിലപ്പോ അറിയാത്ത കാരണം അങ്ങനെയൊക്കെ എഴുതി വെച്ചതാവും. അതൊക്കെ ഇനി അവർക്ക് കൊറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ വലുതായി കഴിഞ്ഞതൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പൊ ആലോചിക്കുമ്പോ നല്ല രസാ. ആ കുട്ടി അറിയാത്തോണ്ടല്ലേ എഴുതിച്ചത്, മനഃപൂർവ്വമല്ലല്ലോ. നീ എഴുതണത് ഇപ്പൊ പറഞ്ഞിട്ടല്ലേ പോയി എഴുതണത്, മനഃപൂർവ്വം. ഇവിടെ ഒരു കുളിക്കാൻ മടി ഉണ്ട് കേട്ടോ, കുളിക്കാൻ മടി. ഞാൻ കുളിക്കാൻ പോവാൻ വേണ്ടിട്ട് ടർക്കി എടുത്തിട്ട് ഇങ്ങനെ. അതെ, നമ്മള് റീൽസിലൊക്കെ കാണില്ലേ, കുളിക്കാൻ ഒരാള് ഇങ്ങനെ കറുത്തിട്ട് ഒരാള് ഇങ്ങനെ തപ്പി തപ്പി വന്നിട്ട് വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് ഒഴിക്കും ഇങ്ങോട്ട് ഒഴിക്കും ഇങ്ങോട്ട് ഒഴിക്കുന്ന ആളാണ്. അതേപോലെയാണ് കേട്ടോ കുഞ്ഞു, കാലത്തനുസരിച്ച് കുളിക്കാൻ പോകുന്നതാണ്, പക്ഷെ കുളിക്കില്ല. കൈയും കാലും മുഖമൊക്കെ കഴുകി തലയൊക്കെ ഒന്ന് നനച്ച് ഇങ്ങോട്ട് വരും. വന്നപ്പോ കണ്ട കുളിക്കാതിരിക്കുക, പുറവും നനയ്ക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, പുറം നനഞ്ഞിട്ടില്ലല്ലോ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദിവസം പറഞ്ഞപ്പോ പിന്നെ പുറത്തും വെള്ളം തെളിക്കൽ തുടങ്ങി. എന്നിട്ട് രാവിലെ കുളിക്കാൻ മടിച്ചിട്ട് അവനെ നാടൻ കെടുത്തി വന്നിട്ട് തലേ കൂടെ ഇറക്കിയിട്ട് പോവാട്ടാ. ഇങ്ങോട്ട് വാടാ. അയ്യോ, ഭയങ്കര തണുപ്പാ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എനിക്ക് തന്നെ എന്താ പറയാ, രാവിലെ അടിച്ചു കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് വരാനേ തോന്നുന്നില്ല, തണുത്തിട്ട് ഭയങ്കര തണുപ്പിട്ടാ. അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാനെന്ന് പറയണം. ഓരോന്ന് കേൾക്കുമ്പോൾ മനസ്സിൽ ഭയങ്കര വിഷമം. അപ്പോൾ റഷിക്കാതെ ആ കുട്ടികളെന്നെ വിഷമോളനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മുകളിൽ കയറി പോയിട്ടുണ്ട്. ആച്ചോട്ടനും കുഞ്ഞൊക്കെ വന്നു. നമുക്ക് 4 രാവിലത്തെ ദോശയുടെ മാവുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവർക്ക് തട്ടുദോശ പോലെ കുറച്ച് മാവുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുഞ്ഞു കുഞ്ഞെ തട്ടുദോശ പോലെ കുറച്ച് ദോശ ഉണ്ടാക്കി കൊടുത്ത് ഉച്ചക്കലത്തെ സാമ്പാറും കൂട്ടിയിട്ട്, സാമ്പാർ ഇപ്പോഴും ഉണ്ട് കേട്ടോ, സാമ്പാറും കൂട്ടിയിട്ട് അവർ കഴിച്ചു. ഇനിയിപ്പോൾ ഇഷമോൾക്ക് 2 എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റഷിക്ക കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയിക്കുക. അതാണ് റഷിക്കാനെ കാണാത്തത്. ചിലപ്പോൾ ഇനി വീഡിയോയിൽ കാണാനില്ലല്ലോ എന്നൊക്കെ പറയും, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അർജുന് വേണ്ടിയിട്ട് എല്ലാവരും പ്രാർത്ഥിക്കുക. എല്ലാവരുടെയും ദുആയിൽ അവൻ്റെ കുടുംബത്തിനൊരു, നമുക്കൊക്കെ മനസ്സിൽ ഭയങ്കര വിഷമം ഉണ്ടെങ്കിൽ അവൻ്റെ കുടുംബത്തിനും ഭയങ്കര വേദനയാവും. അത് പറയാൻ പറ്റാത്തൊരു വേദനയാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവൻ്റെ കുടുംബത്തിനൊരു ക്ഷമ കിട്ടാനും ഒരു മനസ്സിനൊരു ശക്തി കിട്ടാനും വേഗം അവൻ്റെ എന്താ പറയുക, അവനെ തിരിച്ചു കിട്ടാനും എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തട്ടോ. നമുക്ക് നമ്മുടെ അടുത്ത് ഒരാളെ ഇതുപോലെ നമുക്ക് തോന്നുന്നത് അല്ലേ. നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. എന്താ ഇങ്ങനെയെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണെങ്കിലും ഇതൊക്കെയാണ് വീഡിയോ ഇടാത്തതിൻ്റെ കാരണം. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക എല്ലാവരും. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.